ഗൂഗിളിൽ നിങ്ങൾ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന പേര് ഇതാണ്, ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 61 കിലോമീറ്റർ മാറി കാടിനുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്. രാത്രിയിൽ അവിടെ നിന്ന് കേൾക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരിയും ജനാലയ്ക്കൽ തെളിയുന്ന നേൽരൂപങ്ങളും ഇന്നും ആ ബംഗ്ലാവ് ഒരു നിഗൂഢതയായി തുടരുന്നു. എന്താണ് ബോണക്കാട് 25 GB ബംഗ്ലാവിൻ്റെ യഥാർത്ഥ കഥ? 1850-കളിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് ഈ എസ്റ്റേറ്റ്. എന്നാൽ 1951-ൽ നിർമ്മിക്കപ്പെട്ട 25 GB എന്ന് വിളിക്കപ്പെടുന്ന ബംഗ്ലാവിലാണ് കഥകൾ തുടങ്ങുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് മാനേജർ തൻ്റെ കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാനെത്തി. സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അയാളുടെ മകൾ. എന്നാൽ അധികം വൈകാതെ ആ ബംഗ്ലാവിനുള്ളിൽ വെച്ച് അവൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. മകളുടെ മരണം താങ്ങാനാവാതെ ആ ദമ്പതികൾ ബംഗ്ലാവ് ഉപേക്ഷിച്ച് ലണ്ടനിലേക്ക് തിരിച്ചു മടങ്ങി. അന്നു മുതൽ ആ ബംഗ്ലാവ് ആ 13 വയസ്സുകാരുടെ ആത്മാവ് കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ബംഗ്ലാവ് ഉപേക്ഷിക്കപ്പെട്ടതോടെ നാട്ടുകാർ പല വിചിത്ര കാഴ്ചകളും കണ്ടു തുടങ്ങി. രാത്രികാലങ്ങളിൽ ബംഗ്ലാവിനുള്ളിൽ നിന്ന് പൊട്ടിച്ചിരികളും ഗ്ലാസ് ഉടയുന്ന ശബ്ദവും കേൾക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കഥയുണ്ട്. വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയൊരു പെൺകുട്ടി ഈ ബംഗ്ലാവിനുള്ളിൽ കയറി. തിരിച്ചിറങ്ങിയ അവൾ അതുവരെ അറിയാതിരുന്ന ഇംഗ്ലീഷ് ഭാഷ പച്ചവെള്ളം പോലെ സംസാരിക്കാൻ തുടങ്ങി. ആ ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ ആത്മാവ് അവളെ ആവേശിച്ചു എന്ന വാർത്ത പടർന്നതോടെ ബോണക്കാട് ഹോണ്ടഡ് ലിസ്റ്റിൽ ഇടം നേടി. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. 1995-ൽ എസ്റ്റേറ്റ് പൂട്ടിപ്പോയതോടെ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പലരും അവിടെ അനാചാരങ്ങൾ നടത്താറുണ്ട്. ഈ ബംഗ്ലാവ് തകർന്നുകൊണ്ടിരിക്കുന്നത് പ്രേതം കാരണമാണോ അത് അവിടെ എത്തുന്ന മനുഷ്യർ കാരണമാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. നിലയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടേക്ക് സന്ദർശകർക്ക് കർശന നിയന്ത്രണങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യവും കൂട്ടിന് മഞ്ഞും ചേരുമ്പോൾ ഏതൊരാളും ഒന്ന് ഭയപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബോണക്കാട് നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് അനുഭവമാണ് ഉണ്ടായത്? താഴെ കമൻറ്റ് ചെയ്യുക.